ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടുള്ള മുഗ്ലായ് ചിക്കനാണ് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. മുഗ്ലായ് ചിക്കൻ വയ്ക്കാനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ്ഡ് സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ തൈര് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കട്ടകളില്ലാതെ ആക്കിയെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കസൂരി മേഥി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 10-12 കാഷ്യൂസ് പാലിലോ വെള്ളത്തിലോ അടിച്ചിട്ട് അതും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കൻ പീസസ് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ 3-4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിന് സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കളർ ചേഞ്ച് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സവാളയുടെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് കണ്ടിന്യൂസ് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ചിക്കൻ്റെ പിങ്ക് കളർ മാറി വൈറ്റ് കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ പീസസിൻ്റെ കളറൊക്കെ വൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കാഷ്യൂ പേസ്റ്റും തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 3 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൊടിയും കസൂരി മേഥിയും ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മുടെ മുഗ്ലായ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുഗ്ലായ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.